വിധി പ്രസ്താവത്തിലെ പഴയ രീതിയിൽ നിന്നുള്ള പിന്മാറ്റം കേരള സ്കൂൾ കലോത്സവ വേദികൾ പ്രതിഷേധത്തിന്റെ കൂടി ഇടങ്ങളായി മാറുന്നു. മത്സരങ്ങൾ കഴിഞ്ഞ പത്തനംതിട്ട ജില്ലയുടെയും തുടരുന്ന ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെയും ഒക്കെ മത്സരവേദികൾ പ്രതിഷേധത്തിന്റെ ചൂട് നന്നായി അറിഞ്ഞു. പുതിയ വിധി പ്രസ്താവ രീതി കലാവതരണത്തിൽ മത്സരാർത്ഥികൾക്കുണ്ടായ തെറ്റുകുറ്റങ്ങൾ അപ്പോൾ തന്നെ അറിയാനുള്ള അവകാശം കൂടിയാണ് ഇല്ലാതെയാക്കിയത്. കുളിപ്പിച്ച് കൊച്ചില്ലാതാക്കി എന്ന പഴഞ്ചൊല്ലുപോലെയാകുന്നു കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾ. വിധി പ്രസ്താവനത്തിന് ശേഷം മത്സരാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രതിഷേധമുയരാത്ത ഒരു ഇനം പോലും ഇല്ല എന്ന അവസ്ഥയായി. മത്സരം കഴിയുമ്പോൾ 1, 2, 3 സ്ഥാനങ്ങളും ഒപ്പം അവയുടെ ഗ്രേഡും പ്രഖ്യാപിച്ചിരുന്ന മുൻകാല രീതിയിൽ നിന്നും വ്യത്യസ്തമായി അടുത്ത തലത്തിലേക്ക് മത്സരിക്കാൻ യോഗ്യത നേടിയ ടീം എന്ന നിലയിൽ 1ാം സ്ഥാനത്തെത്തിയ ടീമിന്റെ ചെസ് നമ്പർ മാത്രം പ്രഖ്യാപിക്കുന്നതാണ് പുതിയ രീതി. ഇത് മത്സരവേദിയിലെ തർക്കങ്ങൾ ഒഴിവാക്കാനാണെന്ന് പറയുമ്പോൾ കൂടുതൽ സങ്കീർണമായ പ്രശ്നമാണ് ഇത് കലോത്സവ വേദികളിൽ കാണുന്നത്. വിധി പ്രസ്താവ ശേഷം തങ്ങൾക്ക് ലഭിച്ച ഗ്രേഡ് അറിയാൻ മത്സരിച്ച ടീമുകൾ വേദിക്ക് മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും അവിടെ പ്രതിഷേധത്തിനുള്ള വേദി കൂടിയാകുന്നു. മത്സരിച്ച വിദ്യാർത്ഥിക്ക് അവർക്കുണ്ടായ ന്യൂനതകളും പാളിച്ചകളും മനസ്സിലാക്കാനുള്ള അവസരമാണ് പുതുക്കിയ വിധി പ്രസ്താവ രീതിയിലൂടെ നഷ്ടമായത്. ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് പലപ്പോഴും അതിരുവിട്ടും പോകുന്നത്. ഇത് അപ്പീലുകളുടെ പ്രവാഹത്തിനു കൂടി കാരണമാക്കുന്നുണ്ട്. അപ്പീൽ പോകണമെങ്കിൽ 5000 രൂപ അടയ്ക്കണം എന്ന നിബന്ധന ഉണ്ടെങ്കിലും അപ്പീൽ പ്രവാഹത്തിന് ഒരു കുറവും ഇത്തവണയും ഉണ്ടായിട്ടില്ല. ഇതിനും കാരണം പുതുക്കിയ വിധി പ്രസ്താവ രീതിയാണെന്നാണ് മത്സരാർത്ഥികളടക്കം പറയുന്നത്. സംഘടനാ മികവ് കൊണ്ട് മികച്ച നിലവാരം പുലർത്താൻ കലോത്സവ വേദികൾക്ക് കഴിയുന്നുണ്ടെങ്കിലും പുതുക്കിയ ചട്ടങ്ങൾ അവയുടെ ശോഭ കെടുത്തും പോലെയാണ്. ന്യൂസ് ഡെസ്ക്.